കഴിഞ്ഞാൽ ഒരു അർഹതയുമില്ലാത്ത നിങ്ങളുടെ മുൻപിൽ നിന്ന് പറഞ്ഞ് മാത്രമല്ല, ഈ വേദി അഭിമുഖീകരിക്കാൻ ഒരു അർഹതയുമില്ലാത്ത ഒരുത്തനാണ് ഞാൻ. അതാദ്യമായി നിങ്ങളോട് പറയുകയാണ്. കാരണം ഞാനൊരു പോസ്റ്റ്മാൻ മാത്രമാണ്. ആർക്കോ കത്തെഴുതുന്നു, അത് മേടിച്ച് അതിൻ്റെ യഥാർത്ഥ അഖിലുകാർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിലെനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല കേട്ടോ. ബഹുമാനപ്പെട്ട മക്കയാട് ഉസ്താദ് പറഞ്ഞു 17ഓളം പള്ളികൾ നിർമ്മിച്ചു. ഏകദേശം 22ഓളം സ്റ്റേജുകളിൽ പടച്ചവനില്ല, ദൈവമില്ല എന്ന ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എടുത്തുകൊണ്ട് 22ഓളം സ്റ്റേജുകളിൽ ദൈവമില്ല എന്ന് സംസാരിച്ചപ്പോൾ ആ 22 സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇനിയും 5 പള്ളികൾ കൂടി ഉയരേണ്ടതുണ്ട് ഈ എൻ്റെ പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയിലൂടെ. അപ്പോ ഈശ്വരനില്ല എന്ന് വാദിച്ച് നടന്നൊരു കാലം 1985 വരെ. കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരമായ ഒരാളല്ല കേട്ടോ. ഇത് പറയുന്നത് ചെറുപ്പക്കാർക്കൊരു പ്രചോദനമാവട്ടെ എന്നും കൂടി കരുതിയിട്ടാണ്. ഇന്ന് ദീൻ ശിഥിലമാവുകയാണ്. നമ്മൾക്ക് എവിടെയോ പരിശുദ്ധ ദീൻ അന്തസത്ത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ നമ്മുടെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ശ്രമിക്കട്ടെ എന്ന് മാത്രം പ്രചോദനമാവാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ നാട് എന്ന് പറയുന്നത് തിരുവിതാംകൂർ അല്ല കേട്ടോ. എൻ്റെ ഭാഷാ ശൈലിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. ഞാനിവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം കമ്പല്ലൂർ കൊല്ലാട സ്വദേശിയാണ്. പെരുമ്പട്ടയുമായിട്ട് അഭേദ്യമായ ബന്ധം എൻ്റെ കുടുംബക്കാർക്കുണ്ട്. ഞാൻ നടന്നിട്ട് ഇവിടെ അബ്ദുറഹീം ഉസ്താദ് ഉണ്ടാകുമ്പോൾ സൂഫി വര്യനായ അബ്ദുറഹീം ഉസ്താദ് ബഹുമാനപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ കൊല്ലാട എന്ന് പറയുന്ന ഒരു ബന്ധം നല്ലപോലെ കാത്തു സൂക്ഷിച്ച ഒരു സ്ഥലമാണ് പെരുമ്പട്ട എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ തലക്ക് കൈവച്ചത് കൊണ്ടായിരിക്കാം 22ഓളം സ്റ്റേജുകളിൽ അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ് ഞാനിപ്പം 18ാമത്തെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്നെ അങ്ങനെ ആക്കിയതിനൊരു ഘടകമുണ്ട് കേട്ടോ. ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ എന്നെ ആക്കിയൊരു ഘടകം. ഓക്കെ, ഈശ്വരൻ ഇല്ല എന്ന് അത് നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഉപ്പപ്പാനെ നിങ്ങൾക്കറിയായിരിക്കും. ഈ കൊല്ലാട ഒരു പരിപ്പോട് വെക്കുന്ന ഒരു പീടിയുണ്ട്, എല്ലാവരും അറിയാം. അതുവഴി കടന്നു പോകാത്തവരാരും ഇല്ലല്ലോ. അതിൻ്റെ ഇപ്പുറത്ത് നീളത്തിൽ പുഴ നീളത്തിലുള്ള ഒരു സ്ഥലമാണ് 20ഓളം ഏക്കർ സ്ഥലം എൻ്റെ ഉപ്പപ്പാക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്ക് 1.5 ഏക്കർ സ്ഥലം അന്ന് കൊടുത്തു. കുറുന്തോട്ടി അല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിട്ടില്ല. അപ്പോൾ ഉപ്പ ഇങ്ങനെ വിറ്റ് ഇതെല്ലാം കൂടിയിട്ട് കടം കയറിയിട്ട് വിറ്റ് അവസാനം ഒരു ചെറിയ പുരയിലേക്ക് കയറി. കട്ടപ്പൊരയായിരുന്നു, ഓലമേയാൻ പൈസ ഇല്ലാതെ. ഒരു കർക്കിടക മാസത്തിൽ അന്ന് ഞാൻ 5ാം ക്ലാസ് പഠിക്കുക കേട്ടോ. കൊല്ലാട മദ്രസയും പള്ളിയൊന്നുമില്ല. അദ്രീം ഉസ്താദ് വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ. ഞാൻ ഈ സമയം എടുക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. 2 മിനിറ്റ് കൊണ്ട് നിർത്തും. അങ്ങനെ എൻ്റെ ഉപ്പയുടെ കൈക്ക് സ്വാധീനം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഉമ്മ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. 2-3 വീടുകളിൽ മാത്രമാണ് കൂലിപ്പണിക്ക് പോയിരുന്നത്. ആ കൂലിപ്പണിക്ക് പോകുമ്പം ഒരാഴ്ചയിൽ 2 പണിയാണ് കിട്ടുക, 4 ഉറുപ്പ്യ കിട്ടുക. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്നു, എൻ്റെ ഒരു പെങ്ങൾ 2ാം ക്ലാസ് പഠിക്കുന്നു. പട്ടിണി കൊണ്ട് എൻ്റെ പെങ്ങൾ കുണ്ടൂപ്പറമ്പിൻ്റെ ആസ്പത്രിയിൽ വെച്ച് മരിക്കുകയാണ് ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ. ഞാൻ നല്ല നീന്തും കേട്ടോ. അങ്ങനെ ആ പുഴ നീന്തി അക്കരെ കയറി എൻ്റെ പെങ്ങളുടെ തലയെടുത്ത് എൻ്റെ മടിയിൽ വെച്ചപ്പോൾ എൻ്റെ പെങ്ങൾ അന്ന് യാത്രയാവുകയാണ്. അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനീ വിദ്യാഭ്യാസമില്ലാത്ത കൊല്ലാടയിൽ എൻ്റെ ഉമ്മയുടെ കൈ ഞാൻ പിടിച്ചു. കാരണം എൻ്റെ കുട്ടി മരിച്ചതുകൊണ്ട് ഇനി എന്തിന് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു അക്കീത വെച്ചിട്ട് പുഴയിലാ മറ്റും ചാടി മരിക്കേണ്ടെന്ന് വിചാരിച്ചു ഉമ്മയുടെ കൈ മുറുകെ പിടിച്ചു. 13ാമത്തെ ദിവസം ഉമ്മമ്മയുടെ അരിക്കത്ത് അരിയിടുന്ന പാളയിൽ നിന്ന് എടുത്തിട്ട് കൊടുത്ത് മോർണിംഗ് സ്റ്റാർ വഴി നാട് വിട്ടു. 12 ദിവസത്തോളം ബോംബെ തെരുവീതികളിൽ നിഴലോട് നിഴൽ തേരുന്ന നമ്മുടെ ഒരു നഗരത്തിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. 12 ദിവസത്തോളം ഏകദേശം ജോലി ഒന്നുമില്ല. 13ാമത്തെ ദിവസമാണ് പടന്ന തെക്കേക്കാട്ടിൽ മമ്മിച്ച എന്ന് പറഞ്ഞ PK മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ഒരാളുടെ പെട്ടിക്കടയിൽ 50 പൈസ ഡെയിലി വേജസിന്, അതായത് 15 ഉറുപ്പ്യ മാസ ശമ്പളം, വെള്ളം കൊണ്ടുവരാനും കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ കളക്ട് ചെയ്യാനും. അങ്ങനെ കമ്പല്ലൂർ സ്കൂളിലത്തെ ഹെഡ് മാഷ് മറ്റേ അവിടെ ഒരു മാഷക്ക് കത്തെഴുതി, അവൻ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, നാട്ടിൽ ഇങ്ങനെ ഗതിയില്ലാതെ കൊണ്ട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ തരക്കേടില്ല. അങ്ങനെ എൻ്റെ മുതലാളി മമ്മിച്ചാനെ കണ്ടിട്ട്, അതായത് പടന്ന തെക്കേക്കാട്ടിലെ കാപ്പൈസ മമ്മിച്ചാന്ന് അദ്ദേഹത്തിന് പേര് പറയും, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സുപരിചിതനായിരിക്കാം.
അദ്ദേഹത്തിനോട് പറഞ്ഞ് നൈറ്റ് സ്കൂളിൽ എന്നെ ചേർത്ത് BCom കംപ്ലീറ്റ് ചെയ്യുന്നത് മലയാളം പിന്നെ മാട്ടുങ്ക സ്കൂളിൽ വെച്ചാണ്. അങ്ങനെയാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടെക്നീഷ്യൻ കോഴ്സിൽ പാസ്സായിട്ട് ഗൾഫിലേക്ക് പോകുന്നത്. അതുവരെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് എന്നിലില്ല. എന്താണ് എന്നെ അതിന് പ്രചോദനമാക്കിയത്? എൻ്റെ ഉമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയ റബ്ബ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയെ എന്തിന് കഷ്ടപ്പെടുത്തിയത്? അവിടെ മാതാവിൻ്റെ സ്നേഹമായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് വർഷങ്ങളോളം നീണ്ടുപോയി. നിക്കാഹ് നടത്തുന്ന സമയത്ത് കഴുത്തിന് ഒരു സ്വർണ്ണ ചൈന ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ശമ്പളം കിട്ടി മേടിച്ച. അപ്പോൾ ഉസ്താദ് പറഞ്ഞു നിക്കാഹ് സഹിയാകണമെങ്കിൽ കഴുത്തുനിന്ന് ചെയിൻ ഊരണം. ഞാൻ പറഞ്ഞു ഊരൂലാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എന്തായാലും നിർബന്ധിച്ച് ഊരി. രണ്ടാമതും ഗൾഫിലേക്ക് പോയപ്പോൾ ഒരു മഹാനവറുകൾ എന്നെ കണ്ടെത്തി. ഞാൻ ജോലി ചെയ്തിട്ടിങ്ങനെ ലേശം ആൽക്കഹോൾ അടങ്ങിയ ഒരു ബിയർ കയ്യിലെടുത്തിട്ട് പാർക്കിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. ഒരു 20% ആൽക്കഹോളാണ്. ഒരു ചെറിയ തരിപ്പോട് കൂടി ഉറങ്ങാനൊക്കെ പറ്റും. അങ്ങനെ എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നീ തടഞ്ഞു കെട്ടി വീണാലും പടിഞ്ഞാറോട്ട് വീണില്ല അല്ലേ? ഇല്ല. നിന്റെ പേര് ഹമീദ് എന്നല്ലേ? അതെ. അദ്ദേഹത്തിന് അന്ന് 87 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. 87 വയസ്സ് പ്രായമുള്ള സുഡാനി. ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ബാഗ്ദാദിലാണ്. മൊയ്തീൻ ഷേഖ് തങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധവും മൊയ്തീൻ ഷേഖ് തങ്ങളുടെ 20ാമത്തെ പേരക്കുട്ടിയുടെ മുരീദുമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഇബ്രാഹിം അബൂബക്കർ അൽ ലബ്ബായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കാത്തത്? ഞാൻ പറഞ്ഞു, കാണാത്ത ഒരു റബ്ബിനെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. കാണണമെന്നുള്ളതിൻ്റെ ഷർത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് അഡ്രസ്സിൻ്റെ വ്യാപ്തി കുറയും. പോപ്പുലാരിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയൊന്നും ചെയ്യില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ പൂച്ചയ്ക്ക് വേണമെങ്കിൽ അഡ്രസ്സ് ഉണ്ടാവും. ടു ദ കെയർ ഓഫ് ഷാഹുൽ ഹമീദ്, സങ്കല്പം ഹൗസ്, പ്രാപ്പോയിൽ PO, ചെറുപുഴ വഴി 7 ലൈനിൽ എൻ്റെ പൂച്ചയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ പ്രസിഡന്റിനാണെങ്കിലോ, പഞ്ചായത്ത് പ്രസിഡന്റിനാണെങ്കിലോ 5 ലൈൻ മതി. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളക്കാണെങ്കിലോ 3 ലൈൻ മതി. ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണെങ്കിൽ 2 ലൈൻ മതി. അമേരിക്കൻ പ്രസിഡന്റാണ് 1 ലൈൻ, ടു ദ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് അഡ്രസ്സിന്റെ വ്യാപ്തി കുറയുമെന്നുള്ളത് ഒരു താത്വികമായ ഒരു സംവിധാനമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് ഏറ്റവും പോപ്പുലർ അല്ലേ? ഓപ്പൺ ദ ഐസ് ആൻഡ് സീ. കണ്ണ് തുറന്നതിനെ കാണാൻ പറ്റുന്ന കാലത്തെ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോഴൊരായത്തോതി. അത് അന്ന് എനിക്ക് ഓർമ്മയില്ല, ഇന്നെനിക്കത് ഓർമ്മയുണ്ട്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അതായത് 2 കൂട്ടർ അള്ളാഹുവിനെ കണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ മലക്കുകളും, ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് ആധികാരികമായ അറിവുള്ളവർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ കണ്ടാ വിശ്വസിക്കുമെന്ന. കാണണമെങ്കിൽ എന്ത് വേണം? ഒരറിവ് വേണം. ആ അറിവുകളിലേക്ക് അദ്ദേഹം ബഹുമാനപ്പെട്ടവരെന്നെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഫായിമുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ പറഞ്ഞാൽ 2 കുഫറും 4 ശിർക്കും മദ്ഹൂലാണ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ പറഞ്ഞാൽ 2 കുഫറുണ്ട്, 4 ശിർക്കുമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് സവിസ്തരം പ്രതിപാദിച്ച് വളരെ സുന്ദരമായിട്ട് ഏകദേശം എന്നെ ഒരു റബ്ബിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ ചെയ്തത്. ചില ആൾക്കാർ പറയും ഞാനേതൊരു തരീക്കത്തുകാരനാണ്. നല്ല കേട്ടോ, നമുക്കെല്ലാവർക്കും ഉള്ള ഒരു തരീക്കത്ത് മാത്രമേ എനിക്കുള്ളൂ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തരീക്കത്ത്. അതല്ലാതെ കണ്ട് വേറൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖ് കാമിലും മുറബിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ 18ാമത്തെ പേരക്കുട്ടിയുടെ മുരീദായിരുന്നത് കൊണ്ട് തന്നെ. അതുമാത്രമല്ല, മുറബി എന്ന് പറയുന്നത് തബക്കായി പടിപടിയായി ഒരു കുഞ്ഞിനെ പരിപൂർണാവസ്ഥയിൽ എത്തുന്നതിനാണ് മുറബി എന്നൊക്കെ പറയാ, റബ്ബ് എന്നൊക്കെ പറയാം. അപ്പം മുറബി എന്ന് പറയണമെങ്കിൽ എന്നെ ഞാനാക്കിയ എൻ്റെ ഷെയ്ഖ്, ആ ഉസ്താദ് മുഖാന്തരമാണ് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പഠിച്ചത് കേട്ടോ. 2 റക്അത്ത്, അതിൽ പിന്നീട് നിസ്കാരം വിട്ടിട്ടില്ല. എൻ്റെ റബ്ബിന് ലായുടെ മഫായിമുകൾ, ലാ അറഫ് നഫിയാണ്, ലായുടെ ഇസ്മി ഇലാഹാണ്, ഇല്ല എന്നുള്ളത് ഇസ്തിസ്നയും അല്ലാഹു എന്നുള്ളത് മുസ്തസ്ന ബിഹിയുമാണ്. ഇല്ല വരുന്നതിന് മുമ്പ് എങ്ങനെ ജുംല പൂർത്തീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം എന്നൊക്കെ എന്നെ യഥോചിതം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ടവരായിരുന്നു. അപ്പോ ശിർക്ക് 4 വിധമുണ്ട് എന്നും, ശിർക്ക് ജലീ, ഖഫീ, അഖ്ഫ, ഖഫീഉൽ അഖ്ഫ. ലാ എന്തിനെയാണ് നഫി ചെയ്യുന്നത് എന്നും, ലായുടെ മദ്ഹൂൽ എന്തിനെയാണ് എന്നും, ലാ എവിടത്തേക്കാണ് പ്രവേശിക്കുന്നത് എന്നും
ഒക്കെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നപ്പോൾ അപ്പം ആരാണോ അവൻ്റെ നഫ്സ് മാദ്ദയാണോ ഗൈറു മാദ്ദയാണോ അതൊക്കെ പിന്നീട് സവിസ്തരം പ്രതിപാദിക്കേണ്ട വിഷയങ്ങളാണ്. അതൊന്നും പ്രതിപാദിക്കാനുള്ള സമയമിതല്ല, സന്ദർഭവുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എം അക്ബർ സാഹിബ് ഞാനുമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞ അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഫാഹിമുകളെ സംസാരിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 17ഓളം മുജാഹിദുകൾ ഹുസൈൻ സലഫിയുടെ മരുമകൻ അടക്കം സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന് നാരിയത്ത് സ്വലാത്തി എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മുജാഹിദിന്റെ ലൈബ്രറി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇവളവനെ കൊണ്ട് സാധിച്ച കാര്യങ്ങൾ എൻ്റെ റബ്ബ് എന്നിലേക്ക് കൂടെ സാധിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട മക്യാട് ഉസ്താദ് പറഞ്ഞു 17 പള്ളി, ഇത് 18ാമത്തേതാണ് കേട്ടോ. അപ്പോൾ ഇനി 4 കൂടി ഉണ്ടാക്കിയതാണ് എൻ്റെ സ്റ്റേജുകൾ പൂർത്തിയാവുക. 22 സ്റ്റേജിലാണ് ഞാൻ ദൈവമില്ല എന്ന് സംസാരിച്ചത്. ഇനി 4 കൂടി എൻ്റെ കരങ്ങളിലേക്കൂടെ ഏതെങ്കിലും ഇതുപോലെയുള്ള ഉദാരമതികളായ ആൾക്കാർ സംഭാവന ചെയ്താൽ എൻ്റെ റബ്ബിൻ്റെ ഫضل കൊണ്ട് ആ 22 സ്റ്റേജും പൂർത്തിയാകുമെന്ന് എൻ്റെ വിശ്വാസമാണ്. ഏതായാലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് കാര്യങ്ങളാണ്. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾക്ക് വഴിയിൽ കിടന്ന് കിട്ടുന്ന അളവ് പോലെ കൊണ്ട് അളക്കാനുള്ളതല്ല, ബാഹ്യമായി നമ്മളൊന്നും തന്നെ വിധിക്കാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന്, കാരണം ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയി വരുമ്പോൾ മനുഷ്യൻ നല്ല ടെൻഷനിലൊക്കെ ആയിരിക്കും. ചിലപ്പം കുഴി കുത്തുമ്പോൾ വെള്ളമായിരിക്കും. അങ്ങനെയൊക്കെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ നാട്ടുകാരോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ വജ്ഹിനെ ഓർത്തുകൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് മാത്രം പറയുന്നു. എന്തെങ്കിലും കാരണം എനിക്ക് ലേശം ഗളബ് കൂടുതലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തുഖാദു, നിങ്ങൾ ദേഷ്യപ്പെടരുതെന്ന്. പക്ഷെ എന്നിൽ ആ ഒരു സിഫത്ത് ഉണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒച്ച കൂട്ടി പറഞ്ഞു പോകുന്നു. അതെൻ്റെ ഫിത്രത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എനിക്ക് പുറത്തു തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പള്ളിയുടെ എല്ലാവിധ ഇതിനെ പ്രവർത്തിച്ചവർക്കും ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ഒരുപാടുണ്ട്. ഏതായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വിനയപുരസരം മാപ്പ് ചോദിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇനിയും ഒന്നിച്ച് നീങ്ങണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ഒരു മാലയിലെ കോർത്ത മണികളെ പോലെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃസ്വമായ ഒരു ആശംസക്ക് വേണ്ടി